ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് എല്ലാ ക്രിയേറ്റേഴ്സും അറിഞ്ഞിരിക്കണം. അതുപോലെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് അവരുടെ ചാനൽ ടെർമിനേറ്റ് ആയി. അതായത് ഡിസെപ്റ്റീവ് കണ്ടന്റ് പോളിസി എന്ന ഒരു കാര്യമെല്ലാം വന്നാണ് ഇത്തരത്തിൽ അവരുടെ ചാനൽ ടെർമിനേറ്റ് ആയിരിക്കുന്നത്. എന്നാൽ അവർക്ക് വാണിംഗ് ആയി ഒന്നും തന്നെ ലഭിക്കാതെ ഡയറക്റ്റായി ഇത്തരത്തിൽ അവരുടെ ചാനൽ ടെർമിനേറ്റ് ആവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഈ ഡിസെപ്റ്റീവ് കണ്ടന്റ് പോളിസി എന്നും അതുപോലെ യൂട്യൂബിൽ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഡിസെപ്റ്റീവ് കണ്ടന്റ് പോളിസിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തംബ്നെയിലിൽ നിങ്ങൾ റോങ് ആയ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കുന്നതാണ്. അതായത് നിങ്ങളുടെ കണ്ടന്റ് ഇതിൽ ഇന്ന കാര്യമെല്ലാം ഉണ്ട് എന്ന് കൊടുത്തതിന് ശേഷം ഈ ഒരു കാര്യത്തെക്കുറിച്ചൊന്നുമല്ല നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അതായത് ക്ലിക്ക് ബൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയല്ല നിങ്ങൾ കണ്ടന്റ് എല്ലാം ചെയ്യുന്നതെല്ലാം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസെപ്റ്റീവ് കണ്ടന്റ് പോളിസിയിലാണ് വരിക. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഇന്ത്യയിൽ ഒരു നിയമമെല്ലാം വന്നിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ക്ലിക്ക് ബൈറ്റ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു തംബ്നെയിലെല്ലാം തന്നെ ഇതെല്ലാം ഒഴിവാക്കണമെന്ന് കർശനമായി യൂട്യൂബ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് തംബ്നെയിലിൽ എന്തെങ്കിലും കാര്യമെല്ലാം കൊടുക്കും. എന്നാൽ ഇതായിരിക്കില്ല അവരുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നവർ തീർച്ചയായും ഈ ഒരു കാര്യമെല്ലാം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ചില ആപ്ലിക്കേഷനെ കുറിച്ചെല്ലാം തന്നെ, അതായത് പെട്ടെന്ന് പണം ഉണ്ടാക്കാം, ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, ഇതിൽ ഗെയിം കളിക്കൂ, ഇങ്ങനെയെല്ലാം പറഞ്ഞെല്ലാം നമ്മൾ പല ആളുകളും വീഡിയോസ് എല്ലാം ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ആപ്സ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതും ഇതെല്ലാം തന്നെ ഈ ഒരു ഡിസെപ്റ്റീവ് കണ്ടന്റ് പോളിസി എന്ന വയലേഷൻ ഇതിനെല്ലാം കാരണമാകും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതലായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിലൊന്നും ഇല്ലാത്തൊരു ആപ്ലിക്കേഷനെല്ലാം ഇത് എങ്ങനെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണമായി ഇനി പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ തന്നെ ഇത് വാട്ടർമാർക്ക് എല്ലാം റിമൂവ് ചെയ്യുന്നത്, ഇത് എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ പോളിസി ബ്രീച്ചിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താതിരിക്കുക. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ ടെർമിനേറ്റ് ആകാനെല്ലാം കാരണമാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപോലെ മെസ്സേജ് എല്ലാം തന്നെ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ കമൻറ്റ് സ്പാമിംഗ് എന്നെല്ലാം ഇതിന് പറയും. ഇത്തരത്തിൽ സ്പാം മെസ്സേജസ് എല്ലാം നിങ്ങൾ കൂടുതലായി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആകാനെല്ലാം കാരണമാകും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു കമൻറ്റ് സ്പാമിംഗ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപോലെ ഇപ്പോൾ നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്നെല്ലാം ചിലർ കോപ്പി ചെയ്ത് അത് ഒരുപാട് ആളുകളുടെ വീഡിയോയ്ക്ക് താഴെയെല്ലാം അയക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള പ്രാക്ടീസ് ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ഇത് നിങ്ങളുടെ ചാനലിന് ദോഷം ചെയ്യും. ഇനി 2025 നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് കുറേ ആളുകൾക്ക് അവരുടെ വീഡിയോയുടെ മോണിറ്റൈസേഷൻ എല്ലാം ഡിസേബിൾ ആയി എന്നെല്ലാം പറഞ്ഞ് മെസ്സേജ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മെസ്സേജ് എല്ലാം വരുന്നത് അവർ ഏതോ ഒരു പോളിസി എല്ലാം ബ്രീച്ച് ചെയ്തത് മൂലമെല്ലാം ആയിരിക്കും. എന്നാൽ ഏതാണ് ആ ഒരു പോളിസി എന്നൊന്നും കറക്റ്റായി മെൻഷൻ ചെയ്യാത്തൊരു മെയിലെല്ലാം ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെയല്ല നമുക്ക് ഇന്ന പോളിസി ബ്രീച്ച് കൊണ്ടാണ് നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ എല്ലാം നഷ്ടമായിരിക്കുന്നത്. അതായത് ഇപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് എന്നെല്ലാമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കാരണമാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ നഷ്ടമായത് എന്നെല്ലാം. എന്നാൽ ഇങ്ങനെ കറക്റ്റായി ഇൻഫർമേഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എല്ലാം നഷ്ടമായി ഇതിലൊരു മെയിലെല്ലാം വരുന്നു. അതായത് നിങ്ങൾ പോളിസി ബ്രീച്ച് ചെയ്തിട്ടുണ്ട് എന്നൊരു മെയിൽ മാത്രമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പോളിസിയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ ബ്രീച്ച് ചെയ്തിരിക്കുന്നത്, അതൊന്നും നിങ്ങൾക്ക് വ്യക്തമായ മനസ്സിലാക്കാനൊന്നും സാധിക്കുന്നില്ല. അതിനാൽ തന്നെ ഇതിന് നിങ്ങൾ അപ്പീലെല്ലാം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സക്സസ് ആകണമെന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ക്രിയേറ്റർ സപ്പോർട്ട് ടീമുമായി അവരുമായി മെസ്സേജ് അയക്കുക എന്നതാണ്. അതായത് നിങ്ങൾക്ക് YT സ്റ്റുഡിയോയിൽ ഇത്തരത്തിൽ ക്രിയേറ്റർ സപ്പോർട്ട് ടീമിനെ എല്ലാം കോൺടാക്റ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. അതുവഴി നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ നഷ്ടമായിരിക്കുന്നത് എന്നെല്ലാം ഇതെല്ലാം നിങ്ങൾ അവരോട് ചോദിക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ എല്ലാം വന്നിരിക്കുന്നത് എന്നെല്ലാം ട്രേസ് ഔട്ട് ചെയ്യാനും അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനോ
അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി നിങ്ങളുടെ മോണിറ്റൈസേഷൻ എല്ലാം തിരിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയ ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.